ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ഇപ്പോൾ ഒരു പിടി കടലയ്ക്ക് പിന്നാലെ തൻ്റെ സമയം പാഴാക്കാതിരിക്കൂ. ഇപ്പോൾ ബാബയുടെ സഹായിയായി ബാബയുടെ പേര് പ്രസിദ്ധമാക്കൂ. ചോദ്യം: ഈ ജ്ഞാനമാർഗത്തിൽ നിങ്ങളുടെ ചുവടുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അടയാളം എന്താണ്? ഏത് കുട്ടികൾക്കാണോ ശാന്തിധാമത്തിൻ്റെയും സുഖധാമത്തിൻ്റെയും ഓർമ്മ സദാ ഉണ്ടായിരിക്കുന്നത്, ഓർമ്മയുടെ സമയത്ത് ബുദ്ധി എവിടെയും അലയാത്തത്, ബുദ്ധിയിൽ വ്യർത്ഥ ചിന്തകൾ വരാത്തത്, ബുദ്ധി ഏകാഗ്രമായിരിക്കുന്നത്, ഉറക്കം തൂങ്ങാതിരിക്കുന്നത്, സന്തോഷത്തിൻ്റെ രസം കയറിയിട്ടുള്ളത് എങ്കിൽ ചുവടുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നത് ഇതിലൂടെ തെളിയുന്നു. ഓം ശാന്തി. കുട്ടികൾ ഇത്രയും സമയം ഇവിടെ ഇരിക്കുന്നു. നമ്മൾ ശിവാലയത്തിൽ ഇരിക്കുന്നത് പോലെയാണ് എന്ന് മനസ്സിലും തോന്നുന്നു. ശിവ് ബാബയുടെയും ഓർമ്മ വരുന്നു, സ്വർഗത്തിൻ്റെയും ഓർമ്മ വരുന്നു. ഓർമ്മയിലൂടെ തന്നെയാണ് സുഖം ലഭിക്കുന്നത്. നമ്മൾ ശിവാലയത്തിൽ ഇരിക്കുകയാണ് എന്നത് ബുദ്ധിയിൽ ഓർമ്മയുണ്ടായിരുന്നാലും സന്തോഷമുണ്ടാകും. ഒടുവിൽ എല്ലാവർക്കും പോകേണ്ടത് ശിവാലയത്തിലാണ്. ശാന്തിധാമത്തിൽ ആർക്കും തന്നെ സ്ഥിരമായി ഇരിക്കേണ്ടതില്ല. വാസ്തവത്തിൽ ശാന്തിധാമത്തെയും ശിവാലയം എന്ന് പറയും, സുഖധാമത്തെയും ശിവാലയം എന്ന് പറയും. രണ്ടും സ്ഥാപിക്കുന്നു. കുട്ടികളായ നിങ്ങൾക്ക് രണ്ടിനെയും ഓർമ്മിക്കേണ്ടതുണ്ട്. ആ ശിവാലയം ശാന്തിക്ക് വേണ്ടിയാണ്, മറ്റേ ശിവാലയം സുഖത്തിനു വേണ്ടിയാണ്. ഇത് ദുഃഖധാമമാണ്. ഇപ്പോൾ നിങ്ങൾ സംഗമത്തിലിരിക്കുകയാണ്. ശാന്തിധാമവും സുഖധാമവും അല്ലാതെ മറ്റൊന്നിൻ്റെയും ഓർമ്മ ഉണ്ടായിരിക്കാൻ പാടില്ലാത്തതാണ്. എവിടെ ഇരിക്കുകയാണെങ്കിലും, ജോലിയിലോ മറ്റോ ഇരിക്കുകയാണ് എങ്കിൽ പോലും ബുദ്ധിയിൽ രണ്ട് ശിവാലയവും ഓർമ്മ വരേണ്ടതാണ്. ദുഃഖധാമത്തെ മറക്കണം. കുട്ടികൾ അറിയുന്നുണ്ട് ഇത് വേശ്യാലയമാണ്. ദുഃഖധാമം ഇപ്പോൾ ഇല്ലാതാകേണ്ടതുണ്ട്. ഇവിടെ ഇരിക്കുമ്പോൾ കുട്ടികളായി നിങ്ങൾ ഉറക്കം തൂങ്ങരുത്. വളരെ പേരുടെ ബുദ്ധി എവിടേക്കോ മറ്റു ഭാഗത്തേക്ക് പോകുന്നു. മായയുടെ വിഘ്നമുണ്ടാകുന്നു. കുട്ടികളായ നിങ്ങളോട് ബാബ അടിക്കടി പറയുന്നു, കുട്ടികളെ മന്മനാഭവ. ഭിന്ന ഭിന്ന പ്രകാരത്തിലുള്ള യുക്തികളും പറഞ്ഞു തരുന്നു. ഇവിടെ ഇരിക്കുകയാണ്. ബുദ്ധിയിൽ ഇത് ഓർമ്മിക്കൂ. നമ്മൾ ആദ്യം ശാന്തിധാമത്തിൽ അഥവാ ശിവാലയത്തിൽ പോകും, പിന്നെ സുഖധാമത്തിൽ വരും. ഇങ്ങനെ ഓർമ്മിക്കുന്നതിലൂടെ പാപം ഇല്ലാതാകും. എത്രത്തോളം നിങ്ങൾ ഓർമ്മിക്കുന്നുവോ അത്രയും ചുവടുകൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇവിടെ മറ്റൊരു ചിന്തയിലും ഇരിക്കാൻ പാടില്ല. അല്ലാത്ത പക്ഷം നിങ്ങൾ മറ്റുള്ളവർക്ക് നഷ്ടമുണ്ടാക്കുകയാണ്. നേട്ടത്തിന് പകരം കൂടുതൽ നഷ്ടമുണ്ടാക്കുന്നു. മുൻപ് ഇരിക്കുമായിരുന്നപ്പോൾ ആര് ഉറക്കം തൂങ്ങുന്നു, ആര് കണ്ണടച്ചിരിക്കുന്നു എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി മുന്നിൽ ആരെയെങ്കിലും ഇരുത്തുമായിരുന്നു. അപ്പോൾ വളരെയധികം ശ്രദ്ധയോടെ ഇരിക്കുമായിരുന്നു. ബാബയും നോക്കുമായിരുന്നു, ഇവരുടെ ബുദ്ധിയോഗം എവിടെയെങ്കിലും അലയുന്നുണ്ടോ, അല്ലെങ്കിൽ ഉറക്കം തൂങ്ങുന്നുണ്ടോ. ഇങ്ങനെയും വളരെ പേർ വരുന്നു. അവർ ഒന്നും മനസ്സിലാക്കുന്നില്ല. ബ്രാഹ്മണിമാർ കൊണ്ടുവരുന്നു. ശിവ് ബാബയുടെ മുന്നിൽ അലംഭാവത്തോടെ ഇരിക്കാത്ത വളരെ നല്ല കുട്ടികൾ ഉണ്ടായിരിക്കണം. കാരണം ഇത് ഏതെങ്കിലും ഓർഡിനറി ടീച്ചറല്ല. ബാബ ഇരുന്ന് പഠിപ്പിക്കുകയാണ്. ഇവിടെ വളരെയധികം ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ടതാണ്. ബാബ 15 മിനിറ്റ് ശാന്തിയിലിരുത്തുന്നു. നിങ്ങൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇരിക്കുന്നു. എല്ലാവരും മഹാരഥിയല്ല. ആരാണോ അപക്വമായവർ അവർക്ക് മുന്നറിയിപ്പ് നൽകണം. മുന്നറിയിപ്പ് നൽകുന്നതിലൂടെ സുബോധം ഉള്ളവരാകും. ആരാണോ ഓർമ്മയിലിരിക്കാത്തത്, വ്യർത്ഥ ചിന്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അവർ വിഘ്നം ഇടുന്നത് പോലെയാണ്. കാരണം ബുദ്ധി എവിടെയെങ്കിലുമൊക്കെ അലയുന്നു. മഹാരഥി, കുതിരസവാരി, കാലാൾ എല്ലാവരും ഇരിക്കുകയാണ്. ബാബ ഇന്ന് വിചാരസാഗര മന്ഥനം ചെയ്ത് വന്നിരിക്കുകയായിരുന്നു. മ്യൂസിയത്തിൽ അഥവാ എക്സിബിഷനിൽ
കുട്ടികളായ നിങ്ങൾ ശിവാലയം, വേശ്യാലയം, പുരുഷോത്തമ സംഗമയുഗം മൂന്നും പറഞ്ഞു കൊടുക്കുന്നു. ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിന് വേണ്ടി വളരെ നല്ല ഒന്നാണ്. ഈ ചിത്രം വളരെ വലുതായി ഉണ്ടാക്കണം. ഏറ്റവും നല്ല വലിയ ഹാൾ ഇതിനു വേണ്ടി ഉണ്ടായിരിക്കണം. അതിലൂടെ മനുഷ്യരുടെ ബുദ്ധിയിൽ പെട്ടെന്ന് ഇരിക്കട്ടെ. കുട്ടികൾ ചിന്തിക്കണം, ഇതിൽ നമ്മൾ ഇംപ്രൂവ്മെൻറ്റ് എങ്ങനെ കൊണ്ടുവരണം. പുരുഷോത്തമ സംഗമയുഗം വളരെ നന്നായി ഉണ്ടാക്കണം. അതിലൂടെ മനുഷ്യർക്ക് വളരെ നല്ല അറിവ് ലഭിക്കും. തപസ്യയിലും നിങ്ങൾ 5-6 പേരെ ഇരുത്തുന്നു, എന്നാൽ പോരാ, 10-15 പേരെ തപസ്യയിൽ ഇരുത്തേണ്ടതാണ്. വലിയ വലിയ ചിത്രമുണ്ടാക്കി ക്ലിയർ അക്ഷരത്തിൽ എഴുതണം. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിക്കുന്നു, എന്നിട്ടും മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിനായി പ്രയത്നിക്കുന്നു. കല്ല് ബുദ്ധിയാണല്ലോ. അപ്പോൾ എത്ര സാധിക്കുമോ നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു കൊടുക്കണം. ആര് സർവീസിലിരിക്കുന്നോ അവർ സർവീസ് വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. മ്യൂസിയത്തിൽ ഉള്ള അത്ര രസം പ്രൊജക്ടറിലോ എക്സിബിഷനിലോ ഇല്ല. പ്രൊജക്ടറിലൂടെ ഒന്നും മനസ്സിലാക്കുന്നില്ല. ചെറുതായിരുന്നാൽ പോലും ഏറ്റവും നല്ലതാണ് മ്യൂസിയം. ഒരു മുറിയിൽ ഈ ശിവാലയത്തിൻ്റെയും വേശ്യാലയത്തിൻ്റെയും പുരുഷോത്തമ സംഗമയുഗത്തിൻ്റെയും സീൻ ഉണ്ടായിരിക്കണം. മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിനും വളരെ വിശാല ബുദ്ധി ആവശ്യമാണ്. പരിധിയില്ലാത്ത ബാബ അഥവാ പരിധിയില്ലാത്ത ടീച്ചർ വന്നിരിക്കുകയാണ്. കുട്ടികൾ MAയും BAയും പാസ്സാകട്ടെ എന്ന് കാത്തിരിക്കുകയൊന്നുമില്ല. ബാബ കാത്തിരിക്കില്ല. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പോകും. ബാക്കി അല്പം സമയമേ ഉള്ളൂ. എന്നിട്ടും ഉണരുന്നില്ല. ആരാണോ നല്ല നല്ല പുത്രിമാർ അവർ പറയും, ഈ 400-500 രൂപയ്ക്ക് വേണ്ടി എന്തിന് നമ്മൾ വെറുതെ നമ്മുടെ ടൈം പാഴാക്കണം. പിന്നെ ശിവാലയത്തിൽ നമ്മൾ എന്ത് പദവിയായിരിക്കും നേടുക. കുമാരിമാർ ഫ്രീ ആണ് എന്ന് ബാബ കാണുന്നു. എത്ര വലിയ ശമ്പളമുണ്ടായിരുന്നാലും ഇത് ഒരു പിടി കടല പോലെയാണ്. ഇതെല്ലാം ഇല്ലാതായി പോകും. ഒന്നും അവശേഷിക്കുകയില്ല. ബാബ ഒരു പിടി കടലയിൽ നിന്നും ഇപ്പോൾ മോചിപ്പിക്കാൻ വന്നിരിക്കുകയാണ്. പക്ഷേ ഉപേക്ഷിക്കുന്നതേയില്ല. അതിൽ ഒരു പിടി കടലയാണ്. ഇതിൽ വിശ്വത്തിൻ്റെ ചക്രവർത്തി പദമാണ്. അത് ചില്ലിക്കാശിൻ്റെ കടലയാണ്. അതിനു പിന്നാലെ എത്ര പരവശമാകുന്നു. കുമാരിമാരാണെങ്കിൽ ഫ്രീ ആണ്. ആ പഠനമാണെങ്കിൽ ചില്ലിക്കാശിൻ്റേതാണ്. അത് ഉപേക്ഷിച്ച് ഈ നോളജ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബുദ്ധി തുറക്കുകയെങ്കിലും ചെയ്യും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പുത്രിമാർ മുതിർന്നവർക്കിരുന്ന് നോളജ് നൽകണം. ബാബ ശിവാലയം സ്ഥാപിക്കുവാൻ വന്നിരിക്കുന്നു. ഇവിടെയുള്ള എല്ലാം മണ്ണിനോട് ചേരേണ്ടതുണ്ട് എന്നത് അറിയുന്നുണ്ട്. ഈ കടല പോലും ഭാഗ്യത്തിൽ വരില്ല. ചിലരുടെ കയ്യിൽ 5 കടല, അതായത് 5 ലക്ഷം കാണും. അതും ഇല്ലാതായി പോകും. ഇപ്പോൾ സമയം വളരെ കുറച്ചേ ഉള്ളൂ. ദിനം പ്രതിദിനം അവസ്ഥ മോശമായി കൊണ്ടിരിക്കും. പെട്ടെന്ന് ആപത്തുകൾ വരുന്നു. മൃത്യുവും പെട്ടെന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരു പിടി കടല ഉണ്ടായിരിക്കുമ്പോൾ തന്നെ പ്രാണൻ പോകുന്നു. അപ്പോൾ മനുഷ്യരെ ഈ വാനരത്വത്തിൽ നിന്നും മോചിപ്പിക്കണം. കേവലം മ്യൂസിയം കണ്ട് സന്തോഷിച്ചാൽ പോരാ, അത്ഭുതം ചെയ്ത് കാണിക്കണം. മനുഷ്യരെ നന്നാക്കണം. ബാബ കുട്ടികളായ നിങ്ങൾക്ക് വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം നൽകുകയാണ്. ബാക്കി കടല പോലും ആരുടെയും ഭാഗ്യത്തിൽ വരില്ല. എല്ലാം ഇല്ലാതായി പോകും. ഇതിനേക്കാൾ എന്തുകൊണ്ട് ബാബയിൽ നിന്നും ചക്രവർത്തി പദം എടുത്തുകൂടാ? പ്രയാസത്തിൻ്റെ ഒരു കാര്യവുമില്ല. കേവലം ബാബയെ ഓർമ്മിക്കണം. സ്വദർശന ചക്രം തിരിക്കുകയും വേണം. കടലയിൽ നിന്നും മുഷ്ടിയെ ശൂന്യമാക്കി വജ്രവൈഡൂര്യങ്ങൾ കൊണ്ട് മുഷ്ടി നിറച്ചു പോകണം. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, മധുരമായ കുട്ടികളെ, ഈ ഒരു പിടി കടലയ്ക്ക് പിന്നാലെ നിങ്ങൾ തൻ്റെ സമയം എന്തിനു പാഴാക്കുന്നു? പിന്നെ ചിലർ വൃദ്ധരാണെങ്കിൽ, കുട്ടികൾ വളരെയധികം ഉണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ടതുണ്ട്. കുമാരിമാർക്ക് വളരെ സഹജമാണ്. ആര് വന്നാലും അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കൂ. ബാബ നമുക്ക് ഈ ചക്രവർത്തി പദം നൽകുന്നു.
അപ്പോൾ ചക്രവർത്തി പദം എടുക്കണമല്ലോ. ഇപ്പോൾ നിങ്ങളുടെ മുഷ്ടി വജ്രങ്ങളാൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബാക്കി മറ്റുള്ളവയെല്ലാം വിനാശമാകും. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ 63 ജന്മം പാപം ചെയ്തു. രണ്ടാമത്തെ പാപമാണ് ബാബയുടെയും ദേവതമാരുടെയും ഗ്ലാനി ചെയ്യുന്നത്. വികാരിയും ആയി അധിക്ഷേപിക്കുകയും ചെയ്തു. ബാബയുടെ എത്ര ഗ്ലാനി ചെയ്തു. ബാബ കുട്ടികൾക്കിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ, ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ബാബ നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല എന്നത് പാടില്ല. പറയൂ, ബാബ നമുക്ക് സ്വയം ആത്മാവായി ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല. സ്വയം തന്നെ മറന്നു പോകുന്നു. ദേഹാഭിമാനത്തിൽ വരിക എന്നാൽ സ്വയം തന്നെ മറക്കുക എന്നർത്ഥം. സ്വയം തന്നെ ആത്മാവായി ഓർമ്മിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ബാബയെ എങ്ങനെ ഓർമ്മിക്കും? വളരെ വലിയ ലക്ഷ്യമാണ്, വളരെയധികം സഹജവുമാണ്. പിന്നെ മായയുടെ ഓപ്പോസിഷൻ ഉണ്ടാകുന്നു. മനുഷ്യൻ ഗീതയും മറ്റും പഠിക്കുന്നു എങ്കിലും അർത്ഥമൊന്നും മനസ്സിലാക്കുന്നില്ല. ഭാരതത്തിൻ്റെ മുഖ്യമായത് തന്നെ ഗീതയാണ്. ഓരോ ധർമ്മത്തിനും അവരവരുടേതായ ഒരു ശാസ്ത്രമുണ്ട്. ആരാണോ ധർമ്മം സ്ഥാപിക്കുന്നവർ അവരെ സദ്ഗുരു എന്ന് പറയാൻ സാധിക്കില്ല. ഇത് വലിയ തെറ്റാണ്. സദ്ഗുരു ഒന്ന് തന്നെയാണ്. ബാക്കി ഗുരു എന്ന് വിളിക്കപ്പെടുന്നവർ നിരവധിയുണ്ട്. ആരെങ്കിലും കാർപ്പൻ്ററിൻ്റെ ജോലി പഠിപ്പിച്ചുവെങ്കിൽ, എഞ്ചിനീയറിൻ്റെ ജോലി പഠിപ്പിച്ചുവെങ്കിൽ അതും ഗുരുവായി. പഠിപ്പിക്കുന്ന ഓരോരുത്തരും ഗുരുവാണ്. സദ്ഗുരു ഒന്നേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് സദ്ഗുരുവിനെ ലഭിച്ചു. ആ ഒന്ന് സത്യമായ പിതാവുമാണ്, സത്യമായ ടീച്ചറുമാണ്. അതിനാൽ കുട്ടികൾ കൂടുതൽ അലംഭാവം കാണിക്കാൻ പാടില്ല. ഇവിടെ നിന്നും നല്ല രീതിയിൽ റിഫ്രഷായി പോകുന്നു. പിന്നെ വീട്ടിൽ പോകുമ്പോൾ ഇവിടെയുള്ള എല്ലാം മറന്നു പോകുന്നു. ഗർഭജയിലിൽ വളരെയധികം ശിക്ഷകൾ ലഭിക്കുന്നു. അവിടെയാണെങ്കിൽ ഗർഭമഹലാണുള്ളത്. ശിക്ഷ അനുഭവിക്കേണ്ടി വരും വിധത്തിൽ വികർമ്മം ഒന്നും ഉണ്ടാകുന്നില്ല. ഇവിടെ കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മൾ ബാബയിൽ നിന്നും നേരിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. പുറത്ത് തൻ്റെ വീട്ടിൽ ഇങ്ങനെ പറയില്ല. അവിടെ സഹോദരൻ പഠിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കും. ഇവിടെയാണെങ്കിൽ ഡയറക്റ്റ് ബാബയുടെ അടുക്കൽ വന്നിരിക്കുകയാണ്. ബാബ കുട്ടികൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തരുന്നു. ബാബയും കുട്ടികളും മനസ്സിലാക്കിക്കുന്നതിൽ വ്യത്യാസമുണ്ടാകുന്നു. ബാബ ഇരുന്ന കുട്ടികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. കുട്ടികളെ കുട്ടികളെ എന്ന് പറഞ്ഞ് മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾ ശിവാലയത്തെയും വേശ്യാലയത്തെയും മനസ്സിലാക്കുന്നു. പരിധിയില്ലാത്ത കാര്യമാണ്. ഇത് ക്ലിയറായി കാണിച്ചു കൊടുക്കൂ. അപ്പോൾ മനുഷ്യർക്ക് അല്പം രസം തോന്നട്ടെ. അവിടെയാണെങ്കിൽ ഇങ്ങനെ തമാശയായും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. സീരിയസ് ആയി മനസ്സിലാക്കിച്ചു കൊടുക്കൂ. അപ്പോൾ നല്ല രീതിയിൽ മനസ്സിലാക്കട്ടെ. തൻ്റെ മേൽ ദയ കാണിക്കൂ. ഈ വേശ്യാലയത്തിൽ തന്നെ കഴിയേണ്ടതുണ്ടോ? എങ്ങനെയെല്ലാം മനസ്സിലാക്കിച്ചു കൊടുക്കട്ടെ എന്ന് ബാബയ്ക്ക് ചിന്ത നടക്കുന്നല്ലോ. കുട്ടികൾ എത്ര പ്രയത്നിക്കും, എന്നിട്ടും ചെപ്പിനുള്ളിൽ മൺകട്ട പോലെയാണ്. അതെ അതെ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു. വളരെ നല്ലതാണ്, ഗ്രാമത്തിൽ മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടതാണ് എന്നെല്ലാം. സ്വയം മനസ്സിലാക്കുന്നില്ല. ധനികർ, പൈസയുള്ളവർ മനസ്സിലാക്കുകയില്ല. തീർത്തും അറ്റൻഷനെ നൽകില്ല. അവർ അവസാനം വരും. പിന്നീട് ടു ലേറ്റ് ആയി പോകും. അവരുടെ ധനവും ഉപയോഗത്തിൽ വരില്ല. യോഗത്തിലിരിക്കാനും സാധിക്കില്ല. പിന്നെ കേൾക്കും, അപ്പോൾ പ്രജയിൽ വരും. ദരിദ്രർക്ക് വളരെ ഉയർന്ന പദവി നേടാൻ സാധിക്കും. കന്യകന്മാരായ നിങ്ങളുടെ അടുക്കൽ എന്താണുള്ളത്? കന്യകയെ ദരിദ്രം എന്നാണ് പറയുന്നത്. കാരണം പിതാവിൻ്റെ സമ്പത്ത് ആൺകുട്ടിക്കാണ് ലഭിക്കുന്നത്. പിന്നെ കന്യാദാനം നൽകപ്പെടുമ്പോൾ വികാരത്തിൽ പോകുന്നു. ഇങ്ങനെ പറയും, വിവാഹം കഴിക്കൂ, എങ്കിൽ പൈസ നൽകാം. പവിത്രമായിരിക്കുകയാണെങ്കിൽ ഒരു ചില്ലി കാശ് പോലും തരില്ല. നോക്കൂ മനോവൃത്തി എങ്ങനെയുള്ളതാണെന്ന്. നിങ്ങൾ ആരെയും ഭയപ്പെടരുത്. തുറന്ന രീതിയിൽ മനസ്സിലാക്കിച്ചു കൊടുക്കണം. ഊർജ്ജസ്വലത ഉണ്ടായിരിക്കണം. നിങ്ങൾ തീർത്തും സത്യമാണ് പറയുന്നത്. ഇത് സംഗമയുഗമാണ്. ആ ഭാഗത്ത് ഒരു പിടി കടല, ഈ ഭാഗത്ത് ഒരു പിടി രത്നങ്ങൾ.
ഇപ്പോൾ നിങ്ങൾ വാനരനിൽ നിന്നും ക്ഷേത്രത്തിലിരിക്കാൻ യോഗ്യമാകുന്നു. പുരുഷാർത്ഥം ചെയ്ത് വജ്രതുല്യ ജന്മം നേടേണ്ടതാണല്ലോ. മുഖവും ധൈര്യമുള്ള സിംഹിണിയെപ്പോലെ ആയിരിക്കണം. ചിലരുടെ മുഖമാണെങ്കിൽ ചെമ്മരിയാടിനെ പോലെയാണ്. ഒരൽപ്പം ശബ്ദം കേട്ടാൽ ഭയന്നു പോകും. അപ്പോൾ ബാബ എല്ലാ കുട്ടികൾക്കും മുന്നറിയിപ്പ് നൽകുന്നു. കന്യകമാർ കുടുങ്ങുവാൻ പാടില്ല. കൂടുതൽ ബന്ധനത്തിൽ കുടുങ്ങിയാൽ പിന്നെ വികാരത്തിനു വേണ്ടി അടികൊള്ളും. ജ്ഞാനം നല്ല രീതിയിൽ ധാരണ ചെയ്യുകയാണെങ്കിൽ വിശ്വത്തിൻ്റെ മഹാറാണിയാകും. ബാബു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം നൽകാൻ വന്നിരിക്കുന്നു. എന്നാൽ ചിലരുടെ ഭാഗ്യത്തിലില്ല. ബാബ ദരിദ്രരുടെ നാഥനാണ്. ദരിദ്രർ കന്യകമാരാണ്. മാതാപിതാക്കൾക്ക് വിവാഹം കഴിപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നൽകുന്നു. അപ്പോൾ അവർക്ക് ലഹരി കയറേണ്ടതാണ്. നമ്മൾ നല്ല രീതിയിൽ പഠിച്ച് നല്ല പദവി നേടട്ടെ. ആരാണോ നല്ല സ്റ്റുഡൻറ്റ് അവർ പഠനത്തിൽ ശ്രദ്ധ നൽകുന്നു. നമ്മൾ പാസ് വിത്ത് ഓണർ ആകട്ടെ. അവർക്ക് തന്നെയാണ് പിന്നെ സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. എത്ര പുരുഷാർത്ഥം ചെയ്യുമോ അത്രയും ഉയർന്ന പദവി നേടും. അതും 21 ജന്മത്തേക്ക്. ഇവിടെയുള്ളത് അല്പകാലത്തെ സുഖമാണ്. ഇന്ന് അല്പം പദവി കാണും, നാളെ മൃത്യു വന്നു കഴിഞ്ഞു. യോഗിയും ഭോഗിയും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ബാബു പറയുന്നു, ദരിദ്രരുടെ മേൽ കൂടുതൽ അറ്റൻഷൻ നൽകൂ. ധനികർ എടുക്കുന്നത് പ്രയാസമാണ്. കേവലം പറയുന്നു വളരെ നല്ലതാണ്, ഈ പ്രസ്ഥാനം വളരെ നല്ലതാണ്, വളരെ പേരുടെ മംഗളം ചെയ്യും. തൻ്റെ യാതൊരു മംഗളവും ചെയ്യുന്നില്ല. വളരെ നല്ലത് എന്ന് പറഞ്ഞു പുറത്തുപോയി കഴിഞ്ഞു. മായ വടിയുമെടുത്ത് ഇരിക്കുകയാണ്. അത് ധൈര്യത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നു. ഒറ്റ അടികൊണ്ട് തന്നെ വിവേകത്തെ ഇല്ലാതാക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നോക്കൂ ഭാരതത്തിൻ്റെ എന്തവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. കുട്ടികൾ ഡ്രാമയെ നല്ല രീതിയിൽ മനസ്സിലാക്കി. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒരു പിടി കടല ഉപേക്ഷിച്ച് ബാബയിൽ നിന്നും വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം നേടുന്നതിൻ്റെ പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യണം. ഒരു കാര്യത്തിലും ഭയപ്പെടരുത്. നിർഭയരായി ബന്ധനങ്ങളിൽ നിന്നും മുക്തമാകണം. തൻ്റെ സമയം സത്യമായ സമ്പാദ്യത്തിൽ സഫലമാക്കണം. ഈ ദുഃഖധാമത്തെ മറന്ന് ശിവാലയത്തെ, അതായത് ശാന്തിധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിക്കണം. മായയുടെ വിഘ്നങ്ങളെ അറിഞ്ഞ് അതിനോട് ജാഗ്രത പുലർത്തണം. വരദാനം: ഗീതയുടെ പാഠം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന നഷ്ടോമോഹ സ്മൃതി സ്വരൂപമായി ഭവിക്കട്ടെ. ഗീതാജ്ഞാനത്തിൻ്റെ ആദ്യ പാഠമാണ് അശരീരി ആത്മാവാകൂ. അന്തിമ പാഠമാണ് നഷ്ടോമോഹ സ്മൃതി സ്വരൂപമാകൂ. ആദ്യത്തെ പാഠമാണ് വിധി, അന്തിമ പാഠമാണ് വിധിയിലൂടെ സിദ്ധി. അതിനാൽ ഓരോ സമയത്തും ആദ്യം സ്വയം ഈ പാഠം പഠിക്കൂ, പിന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കൂ. ഈ വിധം ശ്രേഷ്ഠ കർമ്മം ചെയ്ത് കാണിക്കൂ. അതിലൂടെ താങ്കളുടെ ശ്രേഷ്ഠ കർമ്മങ്ങളെ കണ്ട് അനേകം ആത്മാക്കൾക്ക് ശ്രേഷ്ഠ കർമ്മം ചെയ്ത് തൻ്റെ ഭാഗ്യത്തിൻ്റെ രേഖയെ ശ്രേഷ്ഠമാക്കുവാൻ സാധിക്കട്ടെ. സ്ലോഗൻ: പരമാത്മാ സ്നേഹത്തിൽ അലിഞ്ഞിരിക്കൂ, എങ്കിൽ പ്രയത്നത്തിൽ നിന്നും മുക്തമാകും. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. അനേകം സങ്കല്പങ്ങളുടെ സർവവിസ്താരങ്ങൾക്കും ബിന്ദുവിട്ട് ഞാൻ ബിന്ദു രൂപമായി മാറുന്നു. ബിന്ദു രൂപത്തിൽ ഏകാഗ്രതയോടെ സ്ഥിതി ചെയ്യുന്നു.
ഒരു സെക്കൻഡിൽ പരമധാമത്തിൽ ബിന്ദുരൂപനായ ബാബയുടെ സമീപം ഞാൻ സ്ഥിതി ചെയ്യുന്നു. സർവ ഗുണങ്ങളുടെയും ശക്തികളുടെയും സാഗരമായ ബിന്ദുരൂപമായ ബാബയുടെ ഓർമ്മയിൽ ഞാൻ ലയിച്ചു ചേരുന്നു. ബിന്ദുരൂപനായ ബാബയിൽ നിന്നും സർവശക്തികളുടെയും ബലം എനിക്ക് ലഭിക്കുന്നു. സർവ ഗുണങ്ങളുടെയും ഖജനാവുകൾ എന്നിൽ നിറയുന്നു. ഈ സർവശക്തികളും ഗുണങ്ങളും സാരരൂപത്തിൽ ഉൾക്കൊള്ളപ്പെട്ട അവസ്ഥയിൽ ഞാൻ മാസ്റ്റർ ബീജരൂപമായി മാറുന്നു. ഈ സമ്പൂർണവും സൂക്ഷ്മവും ശക്തിശാലിയുമായ സ്ഥിതി എന്നിലെ സൂക്ഷ്മ വികർമ്മങ്ങളെപ്പോലും ഭസ്മമാക്കുന്നു. എന്നെ വിഘ്ന വിനാശകനാക്കി മാറ്റുന്നു. എന്നിൽ ഇച്ഛാ മാത്രം അവിദ്യ സ്ഥിതി ഉണ്ടാകുന്നു. ഈ ശക്തിശാലി മാസ്റ്റർ ബീജരൂപ സ്ഥിതിയിലിരുന്ന് ഭക്ത ആത്മാക്കൾക്ക് ഞാൻ ഈശ്വരീയ ശക്തികൾ എൻ്റെ വരദാനി സ്വരൂപത്തിലൂടെ ദാനം ചെയ്യുന്നു.